ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പണ്ടൊക്കെ അരി കുതിർത്ത് പൊടിച്ചിട്ടായിരുന്നു പുട്ടുണ്ടാക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി പാക്കറ്റ് പുട്ടുപൊടി വാങ്ങിക്കാറാണ്. അതല്ലെങ്കിൽ മില്ലിലൊക്കെ കൊടുത്ത് അരി പൊടിച്ച് പുട്ടിൻ്റെ പൊടി ഉണ്ടാക്കാറാണ്. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള അരി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു പക്ഷേ പലർക്കും ഇത് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് മട്ട റൈസാണ്. പാലക്കാടൻ മട്ട റൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ആ അരിയാണ് ഉപയോഗിച്ചത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇതിന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. ഓവർനൈറ്റാണ് ഞാനിപ്പോൾ കുതിർത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് രാത്രി പുട്ടുണ്ടാക്കാനാണെങ്കിൽ രാവിലെ ഒന്ന് കുതിർത്ത് വെക്കുക, അതല്ല രാവിലത്തേക്കാണെങ്കിൽ രാത്രി ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഇത് രാവിലെ ആയപ്പോൾ ഞാൻ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അധികം വെള്ളം വേണ്ട, എന്നാൽ ചെറിയൊരു നനവ് ഉണ്ടായിരിക്കുകയും വേണം. ഇതിനി കുറച്ചായിട്ട് നമ്മുടെ ചെറിയ ജാറിലിട്ട്, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്തോളം ഒന്ന് പൊടിച്ചെടുക്കണം. സോഫ്റ്റായി വരുന്നത് നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാകും. നല്ല സോഫ്റ്റായിട്ട് പുട്ടുപൊടി കുഴച്ചെടുത്ത് അതേപോലെ ഉണ്ടാവും. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരി കുതിർത്തെടുത്ത സമയത്ത് അത് വലിച്ചെടുത്ത ആ വെള്ളം ഉണ്ടാവും. അതിൻ്റെ ആ ഒരു നനവ് കൊണ്ടും ഈ പുട്ടുപൊടി കറക്റ്റായി വരും. വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ബാക്കിയുള്ള അരി കൂടെ പൊടിച്ചെടുക്കാം. കുറച്ചായി നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാൻ പാടുള്ളൂ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഞാനിപ്പോൾ അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരി പൊടിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനപ്പോൾ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് പൊടിച്ചെടുത്തതിന് ശേഷം ഉപ്പൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ കണ്ടല്ലോ, നമ്മളെടുത്ത് ഇങ്ങനെ ബോളാക്കി നോക്കുമ്പോൾ റെഡിയായി പാകത്തിന് വന്നിട്ടുണ്ട്. അത് പൊട്ടിക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിഞ്ഞു വരികയും ചെയ്യണം. അതാണ് പുട്ടുപൊടിൻ്റെ ഒരു പാകം. ഇനി നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ തന്നെ തേങ്ങയിട്ട് പുട്ടുകുറ്റിയിലേക്ക്, എന്നിട്ട് പൊടി ചേർത്ത് പിന്നെയും തേങ്ങയിടുക. അങ്ങനെ പുട്ടുകുറ്റിയിൽ പൊടിയെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ആവി പറക്കണ മട്ട അരിയുടെ പുട്ടാണ്. നല്ല സോഫ്റ്റാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുട്ടുപൊടി ഇല്ലെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ, അരി എന്തായാലും നമ്മളൊക്കെ വീട്ടിലുണ്ടാവുന്നതാണ്, അപ്പോൾ ആ അരി ഒന്ന് കുതിർത്ത് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തായി ഒരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ പ്രസ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നിങ്ങൾ ഇതുപോലെ ഒരിക്കലെങ്കിലും പുട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും, അതുപോലെ ഏതരി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കിയത്, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവർക്കും അതൊരു ഉപകാരമാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.